സംരംഭകർ ഒരു ഈഗിളിനെ പോലെ, പരുന്തിനെ പോലെ ആവണമെന്ന് ഞാൻ പറയും. എൻ്റെ ഈഗിൾ ഓൺട്രപ്രണർഷിപ്പ് കോച്ചിങ് പ്രോഗ്രാം 98ാമത്തെ ബാച്ചായി. 1500 പേരെ സംരംഭകരാണ് ഇതിലുള്ളത്. അവരോട് ഞാൻ പറയാറുള്ള ഒരു കാര്യമാണ്, സംരംഭകർ ഈഗിളിനെ പോലെ. എന്താണ് ഈഗിൾ എന്നുള്ള പ്രത്യേകത? ഒരു 5 കിലോമീറ്റർ ദൂരെയുള്ള ഒരു ഇരയെ അതിന് സൂക്ഷ്മമായ നിരീക്ഷണത്തിലൂടെ ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ പോയി പിടിക്കാനുള്ള കഴിവുണ്ട്. ഏത് സംരംഭം തുടങ്ങിയാലും അടുത്ത 5 വർഷം നമ്മൾ എവിടെ എത്തും എന്നുള്ള വ്യക്തമായ ധാരണ നമുക്കുണ്ടാവണം എന്ന് പറയും. അതോടൊപ്പം തന്നെ ഇതൊരു മിത്ത് പോലെയാണ് പറയുന്നത്. അതായത് ഈഗിൾ പ്രായമായി കഴിയുമ്പോൾ അതിന്റെ തൂവലുകളൊക്കെ കുത്തിക്കളയും. അതൊരു മിത്താണ്, യഥാർത്ഥമാണെന്ന് നമുക്കറിയില്ല. എന്നിട്ട് നമ്മുടെ മമ്മൂക്കേനൊക്കെ പോലെ നല്ല ആരോഗ്യത്തോടു കൂടി യൗവനം വീണ്ടെടുത്ത് വീണ്ടും ഉയരങ്ങളിൽ പറക്കുമത്രേ. ശരിയാണ്. കാലാകാലങ്ങളിൽ നമ്മുടെ അറിവും കഴിവും തേച്ചുമിനുക്കിക്കൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു സംരംഭം പടുത്തുയർത്താനാവുള്ളൂ. നമുക്ക് ഈ ചുഴലിക്കാറ്റൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മളെല്ലാം കൂടണയും, പക്ഷികളും മൃഗങ്ങളും മനുഷ്യനും. പക്ഷേ ഈഗിൾ മാത്രമേ പുറത്തിറങ്ങുള്ളൂ. കാര്യം എന്താ? അതിനത് അകത്ത് കയറിയാലും, ഈ ചുഴലിക്കാറ്റിന്റെ അകത്ത് കയറിയാൽ പോലും അതിന് പുറത്തു വരാൻ അറിയാം. സംരംഭം എന്ന് പറയുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. ഏത് പ്രശ്നത്തിനകത്ത് നിന്നും പുറത്തു വരാനുള്ള കഴിവുള്ളവരാണ് നല്ല സംരംഭകർ. ഒരു സംരംഭകർ എപ്പോഴും ഒരു ഈഗിളിന്റെ പോലെ ആവണം.